ഹായ് ഹലോ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിനുവിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനാണ്. മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത വീഡിയോ, അതിൻ്റെ ബാക്കി പാട്ടാണ് ഇത്. അജിന് രാവിലെ തന്നെ നീട്ടിട്ട് ഓൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡെക്കറേഷൻ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണ കാരണം അതിന് കുറച്ച് തിരക്കിലായിരുന്നു രാവിലെ തന്നെ. നേരത്തെ തന്നെ ഈ പരിപാടിയൊക്കെ തീർത്താലാണല്ലോ നമുക്ക് ആൾക്കാർ വരുമ്പോൾ ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനാണെങ്കിൽ ആ ബലൂണൊക്കെ എങ്ങനെ പൊട്ടിക്കാന്നുള്ള തിരക്കിലോ. അനില്ലാസ്ക പറഞ്ഞ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മൂപ്പര് സെറ്റ് ചെയ്യാനും. അപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ വന്നിക്കണം, എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ മാറ്റിയിട്ടില്ല, ഞങ്ങൾ മാറ്റിയിട്ടില്ല, വിളിച്ചവരൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങളുടെ ആരും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെപ്പോഴും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട തിരക്കിലായിരുന്നു. പിന്നെ ഉപ്പാനും ഫിദുവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും മാറ്റാനൊക്കെ പോയി. അജിനുവിനെയും കുളിപ്പിക്കണമല്ലോ. ഇപ്പം ഫിദും കൂടിയിട്ട് തന്നെ അത് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുളിച്ച് വരുമ്പോൾ തന്നെ അതൊക്കെ സെറ്റായിരുന്നു. പിന്നെ കേക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മളങ്ങോട്ട് വെക്കാൻ തീരുമാനിച്ചു. ഫ്രെയിമൊക്കെ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ചിലതൊക്കെ കൊളായിട്ടുണ്ട്, എന്നാലും സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്താൽ ഒക്കെ അന്ന് രാവിലെ ഉണ്ടായ പരിപാടിയാണ്. കേക്ക് സ്റ്റാൻഡൊക്കെ നമ്മൾ തലേ ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതാണ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത ഡെക്കറേഷൻ്റെ പരിപാടി, ചെറുതായിട്ടുള്ളൊരു പരിപാടി. നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് പേരെ വിളിക്കുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങിയാലോ. അപ്പോൾ എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് മോഡേൺ ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് ഓവർ സൈസ്ഡായിട്ട് കിടക്കുന്ന കോട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് മോഡേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. പിന്നെ അവനക്ക് ഡ്രസ്സ് ഇട്ടതിന് ശേഷം പിന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. ചൂടെടുത്തിട്ടാണോ എന്താണോന്നും അറിയില്ല. ഇനി നമുക്ക് എൻട്രി ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അജിനുവിനെ ജീപ്പിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അജിനു കരയുന്നുണ്ടായിരുന്നു, വണ്ടി നിർത്തിയാവാൻ കാര്യം. അല്ലാത്ത സമയത്ത് നോർമൽ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് അജിനുവിനെ ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ജീപ്പിൽ കൊണ്ടുവന്ന ഒരു എൻട്രി ആയിട്ട് എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വേണമല്ലോ ഇനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ തന്നെ നമ്മൾ വിളിച്ചവരെന്തായാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ പരിപാടിയാണ്, കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഡ്രസ്സ് ഒരു ബ്ലാക്ക് തീമിലാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ 3 ആളും ബ്ലാക്ക് അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡ്രസ്സിൽ അജിനുവിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസും കാര്യങ്ങളും മാത്രമേ എടുത്തുള്ളൂ. കാരണം കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻട്രി ഒരു വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻട്രി വീഡിയോ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലെത്തുമ്പോൾ തന്നെ അത് ശരിയാവില്ല, എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ തന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോയി. പിന്നെ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലായിരുന്നു ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞ് എല്ലാവരും വരണമല്ലോ കേക്ക് കട്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചെമ്മരമ്മ വെച്ച ബലൂൺ താഴത്തേക്ക് വീണിട്ടുണ്ടെന്ന്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, താഴത്ത് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ നിന്നോട്ടെ വിചാരിച്ച്. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും ബാക്കി പരിപാടിയൊക്കെ നോക്കാം.
അതിനുവാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മുതലേ തുടങ്ങിയ കരച്ചിലാണ്. അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ്ങിലൊക്കെ വേഗം കഴിഞ്ഞു. ഒന്നധികം കരയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ആ ഡ്രസ്സ് ഇട്ട് ചൂടെടുത്തിട്ടാണോ അല്ല വേറെ എന്തെങ്കിലും അസ്വസ്ഥതയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടപ്പോൾ ആളൊക്കെ ആയിന്, കണ്ടില്ലേ. പിന്നെ അവിടെ ഇരിക്കുന്നതൊക്കെ എനിക്ക് തുറന്നു നോക്കണം. അപ്പോൾ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വന്നവർക്ക് കേക്കും ചോക്ലേറ്റൊക്കെ നമ്മൾ കൊടുത്ത് ഒക്കെ സെറ്റായി. പിന്നെ അടുത്ത് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റാണ്. മക്കൾസ് എല്ലാവരും ഫോണിലാണ്. എല്ലാവരും ഓരോ തലക്ക് ഓരോ ഫോണായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിയാനായിന്. കുറച്ചാളവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഇതാണ് എൻ്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടെടുത്ത ഡ്രസ്സാണ്. ഇപ്പം പറഞ്ഞ് ഇത് വേണം, ബർത്ത്ഡേ പരിപാടിക്ക് ഇത് വേണമെന്ന്. ബർത്ത്ഡേ ആകുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലത്തെ ഡ്രസ്സാണ് ഇടുക, അത്ര ഇങ്ങനെ മോഡേണോ എന്നല്ല ഇടാന്നാണ് എൻ്റെ ഉപ്പ പറയണത്. പിന്നെ അത് മാറ്റി കൊടുത്ത് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച്. പക്ഷെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്ന് ചെക്കനെ അവർക്ക് വേറെ എന്താ പരിപാടി ഉണ്ടായി പോയിന് അവന് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഡ്രസ്സ് മാറ്റിയാൽ മതിയല്ലോ. അത് ഞങ്ങൾ ബ്ലാക്ക് തന്നെ ഡ്രസ്സ് വീണ്ടും മാറ്റാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് വേറെ ഡ്രസ്സ് ഇടാം. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുവേണ്ടി ജീപ്പിൽ ബാക്കിയുള്ളവർ കയറിയിരിക്കുന്നതിൻ്റെ സങ്കടമാണിത്. അവരെങ്ങനെയും നീപ്പിക്കാമെന്നാണ് അവൻ ആലോചിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്ന്. അതിനും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് അവനും ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവനും സെറ്റായിന്. പിന്നെ അവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റൂമൊക്കെ ആകണ്ട അലങ്കോലമായിട്ടുണ്ടായിരുന്നു. ആകെ സാധനങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടും ഒക്കെ ആകെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലായിരുന്നു. ഇന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോകണം. ആ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാനുള്ളത്. അപ്പോഴത്തേന് വീണ്ടും അതിനോട് ഡ്രസ്സ് മാറ്റി നമുക്ക് അപ്പുറത്ത് കുഞ്ഞുമാരുടെ വീട്ടിൽ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനോട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ജീപ്പിലിരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഈ കുട്ടികളെ പരിപാടി ആയതുകൊണ്ടേ നമുക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും ഇരിക്കില്ല. ചിരിക്കാൻ പറഞ്ഞാൽ കരയും, കരയാൻ പറഞ്ഞാൽ ചിരിക്കും. അതാണ് അവസ്ഥ. നമ്മളാണെങ്കിൽ നമ്മളവിടെ നിന്നാൽ മതി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എന്നൊക്കെ വിചാരിക്കാം. ഇതിനെ കൊണ്ട് നടക്കണ്ടേ. നമ്മളെങ്ങനെ വിചാരിക്കണം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രീ ബർത്ത്ഡേ ഷൂട്ടേ അങ്ങനെ കൊള്ളായി. അപ്പോൾ ഇതെങ്കിലും നേരമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്. പക്ഷേ ഇവനാണ് കരയാണേ. എന്നാൽ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ അവനക്കൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ തന്നെ ഇരുത്തിയിട്ട് അജിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. നമ്മൾ വീടിൻ്റെ 2 വീട് അപ്പുറത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. ഇന്ന് നമുക്ക് റീൽസാണ്. നമ്മൾ റീൽസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ റീൽസിന് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോ റീൽസൊക്കെ എടുക്കുന്നത് കഴിയുമ്പോഴത്തേന് തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെയറും ടേബിളൊക്കെ കൊണ്ടുവരാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ പോയതിന് ശേഷം നമുക്ക് ഇനി മഗ്‌രിബിക്ക് ശേഷം ഒരു ചെറിയ പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മൗലൂദാണ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു, മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ മുതൽ തുടങ്ങി തിരക്കായിരുന്നു. ഇപ്പോൾ ഒക്കെ ഫ്രീ ആയി. അപ്പോൾ അജ്നുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനി വരും. അപ്പോൾ ഓക്കെ.